ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഒരു പ്രത്യേക തരം മതേതരത്വമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എതിർകക്ഷികൾ ആരാണ്, വേട്ടക്കാരൻ്റെയും ഇരയുടെയും ജാതിയും മതവും നോക്കിയിട്ട് വേണം പ്രതികരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ. ഇവിടെ റാഫയിലെ മനുഷ്യന് കരച്ചിലുണ്ട്, കണ്ണീരുണ്ട്, അവർക്ക് വേദനകളുണ്ട്, ഉണ്ടാകുമല്ലോ. പലസ്തീനിലെ സ്ത്രീകൾ, പലസ്തീനിലെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഫിലിം സ്റ്റാറിനൊക്കെ ആണെങ്കിൽ ചോറങ്ങോട്ട് ഉരുട്ടിയിട്ടില്ലേ, താഴേക്ക് ഇറങ്ങണില്ല. വേദന കൊണ്ട്, പ്രയാസം കൊണ്ട് അവരുടെ കണ്ണീരുപ്പിട്ട കഞ്ഞിയാണ് ഇവർ കുടിക്കുന്നത്. പറ്റുന്നില്ല. കാരണം എതിർകക്ഷികളാരാ? ജൂതന്മാർ, ജൂതന്മാർ. അപ്പൊ ജൂതന്മാരെ പറയാൻ കിട്ടുന്ന ഏതവസരവും നമ്മൾ യൂട്ടിലൈസ് ചെയ്തല്ലേ പറ്റൂ. കാരണം നമ്മുടെ ജോലി തന്നെ അതല്ലേ. എതിർകക്ഷിയുടെ ജാതി ഏതാണ്, മതം ഏതാണ്, അത് നോക്കി മാത്രം പ്രതികരിക്കുന്ന രീതികൾ. ഇവിടെ പാകിസ്ഥാനിലെ പെൺകുട്ടിക്ക് നീതിയുണ്ടോ? ഇല്ല. ബംഗ്ലാദേശിലെ പെൺകുട്ടിക്ക് നീതിയുണ്ടോ? ഇല്ല. യമനിലെ പെൺകുട്ടിക്ക് നീതിയുണ്ടോ? ഇല്ലേ ഇല്ല. നൈജീരിയയിലെ ഇല്ല. യമനിലെ ഇല്ല. അഫ്ഗാനിലെ ഇല്ല. അഫ്ഗാനിലെ താലിബാനികൾ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? ഇറാനിലെ 22-കാരിയായ മഹ്സാമിനിക്ക് നീതിയുണ്ടോ? സകലമാന ലോക രാജ്യങ്ങളും ഇറാനെതിരെ ചൊടിച്ചപ്പോൾ എവിടെ പോയിരുന്നു കേരളത്തിലെ മുസ്ലിം ഐക്യം? അയ്യോ, ആ സമയത്ത് അവരെ വായിൽ പഴം തിരികിയിരിക്കുമായിരുന്നു, പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിട്ട്. ആ സമയത്ത് അവർക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല. കാരണം മനസ്സിലായില്ലേ? ഉന്നാവയിലെ ആസിഫ എന്ന പെൺകുട്ടിക്കു വേണ്ടി മെഴുകുതിരി കത്തിച്ച് ഹാഷ്ടാഗ് ഇട്ട ആളുകളൊന്നും ബംഗ്ലാദേശിലെ 100 കണക്കിന് പെൺകുട്ടികളുടെ വിഷയത്തിൽ കണ്ടില്ലാത്ത എങ്ങലുകളൊന്നും. അതുകൊണ്ടാണ് ഇവരുടെ ഈ കപട മതേതരത്വത്തെ സംബന്ധിച്ച് തുറന്നു പറയേണ്ടി വരുന്നത്. ആസിഫ എന്ന കുഞ്ഞിന് നീതി വേണ്ട എന്നല്ല പറയുന്നത്, അതേ നീതി തന്നെ ട്വിങ്കിൾ എന്ന് പറയുന്ന ബാലികയ്ക്കും വേണം. 2 പേരും തുല്യരാണ് ആ വിഷയത്തിൽ. ആസിഫയുടെ മതം നോക്കി ആസിഫയെ അനുകൂലിക്കുകയും ആസിഫയ്ക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുകയും ചെയ്യുന്ന ആളുകൾ ട്വിങ്കിളിന്റെ കാര്യത്തിൽ മറന്നു പോകുമ്പോഴാണ് ഈ ഇരട്ടത്താപ്പിനെ നമുക്ക് തുറന്നു പറയേണ്ടി വരുന്നത്. അഖില എന്ന പെൺകുട്ടിക്ക് ഹാദിയാകാനുള്ള മനുഷ്യാവകാശത്തിനു വേണ്ടി നിരന്നു നിന്ന് ഹൈക്കോടതിയിൽ മാർച്ച് നടത്തിയ ആളുകൾ, അശോകന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയ ആളുകൾ, പണപ്പിരിവിട്ട് സുപ്രീം കോടതി വരെ കൊണ്ടുപോയി അഖില എന്ന പെൺകുട്ടിക്ക് ഹാദിയാകാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടവർ. എന്തുകൊണ്ടാണ് ആയിഷ എന്ന പെൺകുട്ടിക്ക് ആതിരയാകാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളാത്തത്? ഇവിടെയാണ് ആസിഫയും ട്വിങ്കിളും അതുപോലെ ആതിരയും ഹാദിയയും തമ്മിൽ നമുക്ക് മനസ്സിലാകുന്നത് കാര്യങ്ങൾ. അതുപോലെ ഒരു വാർത്ത. ഹിന്ദു ആയതുകൊണ്ട് മാത്രം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന നമസ്കാരം പാകിസ്ഥാനിൽ ഹിന്ദു ആയതുകൊണ്ട് മാത്രം അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ക്രൂരതകൾ നിരവധിയാണ്. എന്നാൽ അത് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിരിക്കുന്നത്. പാകിസ്ഥാനിൽ ഹിന്ദുവായി കഴിയുന്നതിൽ ഓരോ ദിവസവും വ്യത്യസ്തമായ പീഡനങ്ങളിലൂടെ അവിടുത്തെ ജനങ്ങൾ കടന്നു പോവുകയാണ്. ആ പെൺകുട്ടി തന്നെ പറയട്ടെ. So, I am a Pakistani Hindu. And I want to tell you something about my experience to my Muslim friends and to my Hindu friends, right? When I was little, like elementary, middle school, I was told every single day to convert to Islam. Every single day. And I can put my hands on Shiv Bhagwan right now. I was told to convert. My brother was bullied. My brother was hit. My brother was forced to eat beef. And yeah, they would try to put beef in my food too, but I was too smart for that. I didn't say anything at that time because I was really scared. We were a minority. You are a minority religion. You're not gonna say anything, right? I did learn another thing from that experience was that people will use religion to hate on communities, because I was also called a kafir, right? I don't care. Yeah, I'm a kafir. I don't follow your religion. Like, duh.
Like, do you think I don't know what a kafir means? Like, I'm born in Pakistan. And here's one more thing I want to address, because people are so stupid. You know I'm a Pakistani Hindu, so I have read the Quran. I know about the Islamic teachings. I was in a Catholic school, a Hindu, and I was forced to learn the Quran. And you know why? That because they said I was not going to pass the 10th grade, 11th grade, or get into the board exams. I would have to give the board exams for, like, you know, the Islamic teachings, whatever. So I was forced to learn it. So when you guys tell me at this age in America, by the way, I'm still being asked to convert in America. So when you're telling me to convert, a Pakistani Hindu to convert, do you think I don't know? Do you think I don't know your religion? I know your religion. I know the fundamental aspects of it. I respect that you follow it. But let me make it very clear that I will never, ever follow your religion. And that is the utmost respect. That is with utmost respect. I will never follow your religion. Okay? Because I just don't believe in anything that is taught there. And that's fine. People can have different beliefs, right? Right? Religion is not about compulsion. That is one of the things in there. Compulsion is what I felt in that country. So no, I don't believe in the fundamental aspects of it. സുനന്ദ റോയ് എന്ന സനാതന ധർമ്മ അനുഭാവി പങ്കുവച്ച ഈ വീഡിയോ കണ്ടത് ഏകദേശം 57 ലക്ഷം പേരാണ്. ഏഷ്യയിൽ വിപുലമായ യൂട്യൂബ് നെറ്റ്വർക്കായ യൂണിക്കിന്റേതാണ് ഈ വീഡിയോ. നല്ല ഇംഗ്ലീഷിലാണ് ഈ പെൺകുട്ടി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഞാനൊരു പാകിസ്ഥാനി ഹിന്ദുവാണ്. ഞാൻ എന്റെ അനുഭവങ്ങളെ കുറിച്ച് മുസ്ലിം കൂട്ടുകാരെയും ഹിന്ദു കൂട്ടുകാരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഓരോ ദിവസവും ഇസ്ലാമിലേക്ക് മാറാൻ എന്നെ പലരും നിർബന്ധിക്കാറുണ്ട്. ഓരോ ദിവസവും. അപ്പോൾ ഞാൻ ശിവഭഗവാന് നേരെ കൈകൾ കൂപ്പും. എന്റെ സഹോദരനെ അടിക്കാറുണ്ട്. സഹോദരനെ നിർബന്ധപൂർവ്വം ബീഫ് കഴിപ്പിക്കാറുണ്ട്. സ്കൂളിന്റെ മതത്തിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് പെൺകുട്ടി പറയുന്നു. അവർ എന്റെ പാത്രത്തിലും ബീഫ് കൊണ്ടിടാറുണ്ട്. പക്ഷെ ഞാൻ അതിനെ തന്ത്രപൂർവ്വം മറികടക്കും. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാറില്ല. കാരണം ഞങ്ങൾ ന്യൂനപക്ഷമാണ്. ഹിന്ദുക്കൾ ന്യൂനപക്ഷമായതിനാൽ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ കഴിയാറില്ല. ഇതിൽ നിന്നും ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. ആളുകൾ മതത്തെ മറ്റുള്ളവരെ വെറുക്കാൻ ഉപയോഗിക്കുന്നു. എന്നെ പലപ്പോഴും കഫീർ എന്ന് വിളിച്ച് പരിഹസിക്കാറുണ്ട്. ഞാൻ അതൊന്നും വകവയ്ക്കാറില്ല. അതേ, ഞാൻ കഫീറാണ്. കാരണം ഞാൻ ആ മതത്തിൽപ്പെട്ട ആളല്ല. ഞാൻ ഖുറാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് ഇസ്ലാം മതത്തെ കുറിച്ച് അറിയാം. ഞാൻ കത്തോലിക്കരുടെ സ്കൂളിൽ പഠിച്ച ഹിന്ദുവാണ്. അവിടെ പക്ഷെ ഖുറാൻ പഠിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നു. ഞാൻ 10ാം ക്ലാസ്സോ 11ാം ക്ലാസ്സോ പാസ്സായി ബോർഡ് എക്സാം എഴുതുന്നിടത്തോളം എത്തില്ലെന്നായിരുന്നു അവർ കരുതിയത്. ബോർഡ് എക്സാമിൽ ഇസ്ലാമിക് തത്വങ്ങളെ കുറിച്ച് നിർബന്ധമായും എഴുതേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം മതത്തെ കുറിച്ച് പഠിക്കാൻ നിർബന്ധിതയായത്. ഇപ്പോഴും എന്നോട് മതം മാറാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ മതത്തെ പിന്തുടർന്നോളൂ. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മതത്തിൽ ചേരില്ല. കാരണം ഞാൻ ഇസ്ലാം മതത്തിന്റെ പേരിൽ അവിടെ പഠിച്ച ഒരു കാര്യത്തിലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ശരി, ആളുകൾക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. മതം എന്നത് നിർബന്ധിക്കൽ അല്ല. പക്ഷേ ആ രാജ്യത്തെ നിർബന്ധിക്കപ്പെടലുകൾ കൂടുതലാണെന്നാണ് പെൺകുട്ടി പറയുന്നത്. എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ നിരവധി ചർച്ചകൾക്ക് ഇടയായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വൈറലുമാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായാൽ എന്ത്, കേരളത്തിലെ സോഷ്യൽ മീഡിയ മാത്രം ഈ വാർത്ത കാണത്തില്ല. ദേശീയ മാധ്യമങ്ങളിൽ മുഴുവനും വാർത്തയായാലും പാകിസ്ഥാനിലെ മാധ്യമങ്ങളിൽ മുഴുവനും ഈ വാർത്ത വന്നാലും ശരി, വൈറലായാലും പലരും എടുത്ത് പ്രതികരിച്ചാലും ശരി, കേരളത്തിലെ ചില പ്രത്യേക ഫണ്ടമെന്റലിസ്റ്റുകൾ ആ പെൺകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരാരും ഈ വാർത്ത കാണില്ല. കാരണം പാകിസ്ഥാന് ജയ് വിളിക്കുന്ന, പാകിസ്ഥാൻ ജയിച്ചാൽ മാത്രം സന്തോഷിക്കുന്ന ഒരു പ്രത്യേക മനോഭാവമുള്ള മലയാളികൾക്കിടയിൽ ഈ പെൺകുട്ടിയും ഒരു പരിഹാസ കഥാപാത്രമായി മാറും. നന്ദി.